നമ്മളെല്ലാം മറ്റൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ശുഭമുഹൂർത്തമാണിത്. പുതുമ നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്നതാണ്. അങ്ങനെ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, ഉത്സാഹത്തോടെ നമ്മൾ പുതിയൊരു വർഷത്തെ വരവേൽക്കുകയാണ്. നമ്മളോട് വിട ചൊല്ലുന്ന 2024 യുദ്ധങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കുറെ കൂടി ശാന്തിപൂർണമായ, സന്തോഷപൂർണമായ, ഐശ്വര്യപൂർണമായ ഒരു പുതുവത്സരം ഉണ്ടാകാൻ കൃപ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മ ആഗ്രഹിക്കുകയാണ്. കാലത്തിൻ്റെ അനന്തമായ രാജപാതയിലെ ഓരോ നാഴികക്കല്ലാണ് ഓരോ പുതുവർഷപ്പിറവി. ആ പ്രാധാന്യം കൊണ്ട് ശുഭാന്തി വിശ്വാസത്തോടെ, ജാഗ്രതയോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. ലോകവസ്തുക്കളുടെയും ബാഹ്യമായ എല്ലാ ബന്ധങ്ങളുടെയും പുതുമയും ആകർഷണീയതയും ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. എന്നാൽ നമ്മളിൽ അന്തരീനമായിരിക്കുന്ന ആത്മസൗന്ദര്യത്തിന്റെ പുതുമ ഒരിക്കലും നശിക്കാത്തതാണ്. പ്രേമത്തിന്റെ അനന്തമായ ആ സൗന്ദര്യം അല്പമെങ്കിലും അറിയാൻ, അനുഭവിക്കാനും കഴിഞ്ഞാൽ പിന്നെ സാഹചര്യങ്ങൾ നമ്മൾ തളർന്നു പോകില്ല. ദുഃഖവും വിരസതയും നമ്മെ അലട്ടില്ല. എന്നും എപ്പോഴും ജീവിതം പുതുപുത്തനായി നിലകൊള്ളും. കാലം മാറി വരുമ്പോഴും മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റമാണല്ലോ പ്രകൃതി മാറാ നിയമം. എന്നാൽ നമ്മുടെ വേഗപൂർണമായ പ്രയത്നമുണ്ടെങ്കിൽ പുതുവർഷത്തിലെ മാറ്റങ്ങൾ വലിയൊരളവോളം നല്ല മാറ്റങ്ങളാക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. ജീവിതത്തിൽ മഹത്തായ ഒരു ആദർശം ഉണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. വിവേകവും കാരുണ്യവും കൈമുതലാക്കി അമ്മയുടെ മക്കൾ ലോകത്തിൻ്റെ മാതൃകയെ തീരണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. പുതുവർഷം അതിന് വഴിയൊരുക്കട്ടെ.